ലൂക്ക 4:41 നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. അവൻ അവരെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അതെ, പിശാചുക്കൾ ഈശോയെ എന്തുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് വിളിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഈ ലൂസിഫറിന്റെ ഒപ്പം ഹേലിൽ നിന്ന് മാലാക ലൂസിഫറായി മാറിയപ്പോ ഈ മാലകയോടൊപ്പം പിശാചുക്കളെ മാറിയ മാലാകന്മാരാണ് ഈ പിശാചുക്കൾ. അപ്പൊ അവര് ഓൾറെഡി ഈശോയെ കണ്ടിട്ടുള്ളതാണ് സ്വർഗത്തിൽ വെച്ച്. അതുകൊണ്ടാണ് അതേ ഈശോ തന്നെ മനുഷ്യനെ അവതരിച്ചപ്പോ ദൈവപുത്രനാണെന്ന് അവള് വിളിച്ചു പറയാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ താൻ ക്രിസ്തുവാണെന്ന് മറ്റുള്ളവർക്ക് പറയാൻ തുടങ്ങി. ഇത് രണ്ടും ഈശോയുടെ പ്ലാനിങ്ങിന് അഗെയിൻസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ മിശിഹ എന്ന് പറഞ്ഞ രക്ഷകനാണ്. ജൂതന്മാർക്ക് മിശിഹ എന്ന് പറഞ്ഞ ഒരു രാജാവാണ്. അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാജാവായിട്ടാണ് മിശിഹയെ കാണുന്നത്. അപ്പൊ മിശിഹ ആണെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞ് ഈശോയെ രാജാവായി മാറ്റുക. അപ്പൊ പിന്നെ ഈശോ മരിക്കാൻ വേണ്ടി വന്ന ആ പ്ലാനിങ് തെറ്റും. അതുകൊണ്ടാണ് ഈശോ മിശിഹയാണെന്ന് ക്രിസ്തുവാണെന്ന് ഒരാളോട് അറിയരുതെന്ന് ശാസിച്ചത്. അതുപോലെ തന്നെ ദൈവപുത്രനാണെന്ന് മറ്റുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവപുത്രനായിട്ടുള്ള ആള് മിശിഹായിട്ട് അവതരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളും ജൂതന്മാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശോയെ പിടിച്ച് നേരിട്ട് രാജാവാക്കും. ഈശോ നമുക്ക് വേണ്ടി മരിക്കാമെന്ന പ്ലാൻ തെറ്റിക്കും.